നമസ്കാരം. സീഡ് ഇൻ്റർനാഷണൽ നടത്തുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് വെയർഹൗസ് മാനേജ്മെൻറ്റ് കോഴ്സിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സീഡ് ഇൻ്റർനാഷണൽ എന്നത് കാസർഗോഡ് അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന, പ്രത്യേകിച്ച് ഓൺലൈൻ എഡ്യൂക്കേഷൻ വളരെ കുറഞ്ഞ ചെലവിൽ നൽകുന്ന ഒരു പ്രശസ്തമായ സ്ഥാപനമാണ്. കേരളത്തിലെ മറ്റെല്ലാ ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, വെയർഹൗസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഒരുപാട് ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്നതായ വെയർഹൗസ് മാനേജ്മെൻറ്റ്, ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് കോഴ്സുകളെല്ലാം സീഡ് ഇൻ്റർനാഷണൽ വളരെ കുറഞ്ഞ ചെലവിൽ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, പഠിക്കുന്നവർക്ക് എല്ലാവർക്കും പ്ലേസ്മെൻറ്റും നൽകുന്നുണ്ട്. ഈ ഒരു സെഷനിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് എന്താണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, എന്താണ് ലോജിസ്റ്റിക്സ്, എന്താണ് വെയർഹൗസിംഗ് എന്നുള്ളതിനെ കുറിച്ചാണ്. ലോജിസ്റ്റിക്സ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് മൂവ്മെൻറ്റ് എന്ന് മാത്രമേ ഉള്ളൂ. മൂവ്മെൻറ്റ് അഥവാ പ്രയാണം, അതായത് ഒരു സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് ഒരു സാധനം, ഒരു കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള സാധനം കൊണ്ടുപോകുന്നതിനെ നമുക്ക് വളരെ എളുപ്പത്തിൽ ലോജിസ്റ്റിക്സ് എന്ന് വിശേഷിപ്പിക്കാം. പ്രധാനമായും അത് റോഡ് മാർഗം, കടൽ മാർഗം, പ്ലെയിനിൻ്റെ സഹായത്തോടു കൂടി, അതേപോലെ റെയിൽവേ ലൈൻസ് ഉപയോഗിച്ച്, പൈപ്പ് ഉപയോഗിച്ച്, കേബിൾ ഉപയോഗിച്ച് ഒക്കെ തന്നെയാണ് നമ്മൾ ഈ ലോജിസ്റ്റിക്സ് നടത്തുന്നത്. അപ്പോൾ ലോജിസ്റ്റിക്സ് മേഖലയിലെ ജോലി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് പ്രധാനമായും ഈ സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് പ്രധാനമായും ഒരു സാധനം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരെയാണ് നമ്മൾ ലോജിസ്റ്റിക്സിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ അല്ലെങ്കിൽ ലോജിസ്റ്റീഷ്യൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്ത് വരുന്നത് വെയർഹൗസാണ്. വെയർഹൗസ് എന്ന് പറയുന്നത് ലോജിസ്റ്റിക്സിൻ്റെ നെടുന്തൂണുകളാണ്. നമ്മൾ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ നമ്മൾ പല സാധനങ്ങളും ഓർഡർ ചെയ്തിട്ട് അതിൻ്റെ ഓർഡറിൻ്റെ ട്രാക്ക് നോക്കുമ്പോൾ പലപ്പോഴും ഇടയിൽ പല ഭാഗങ്ങളിലും ഇത് നിൽക്കുന്നതായി കാണിക്കുന്നുണ്ടല്ലോ, ഇന്ന സ്ഥലത്തെത്തി എന്നുള്ളത്. അപ്പോൾ ആ ഇടയിലുള്ള ആ സ്ഥലങ്ങളെയാണ് വെയർഹൗസുകൾ എന്ന് പറയുന്നത്. അതായത് ലോജിസ്റ്റിക്സിൻ്റെ ആവശ്യമായ രീതിയിൽ ഫിസിക്കലായി സാധനങ്ങൾ വളരെയധികം സംരക്ഷിക്കപ്പെടാൻ യോഗ്യതയുള്ള സ്ഥലങ്ങളെയാണ് വെയർഹൗസുകൾ എന്നറിയപ്പെടുന്നത്. പണ്ട് ഗോഡൗൺ എന്നായിരുന്നെങ്കിൽ ഇന്ന് സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി വളരെ അടുക്കും ചിട്ടയോടുകൂടി നടത്തുമ്പോൾ അതിനെ നമ്മൾ വെയർഹൗസ് എന്നാണ് വിളിക്കുന്നത്. ഇൻവെൻട്രി സോഫ്റ്റ്വെയർസും വെയർഹൗസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർസും ഒക്കെ സഹായത്തോടു കൂടിയാണ് വെയർഹൗസിലെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഒരു ചെറിയ എക്സാമ്പിൾ കൊണ്ട് നമുക്ക് വെയർഹൗസ് മനസ്സിലാക്കി എടുക്കാമെന്നാൽ, നമ്മളൊരു മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് ഒരു മരുന്ന് ചോദിക്കുമ്പോൾ അവർ ഫിസിക്കലി ചെന്ന് മരുന്ന് എടുക്കുന്നതിന് പകരം കമ്പ്യൂട്ടറിൽ ആ സ്റ്റോക്ക് അവൈലബിൾ ആണെങ്കിൽ അത് ഏത് റാക്കിലാണ് അതിരിക്കുന്നത്, ഏത് ഷെൽഫിലാണ് അതിരിക്കുന്നതെന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് എടുത്തു തരുന്ന പ്രോസസ്സ് വളരെ എളുപ്പമുള്ളൊരു പ്രോസസ്സാണല്ലോ. അതിനെയാണ് നമ്മൾ വെയർഹൗസിംഗ് എന്ന് പൊതുവെ പറയുന്നത്. അതായത് ഒരു സാധനം നമ്മൾ വയ്ക്കുക എന്ന് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ അത് റിട്രീവ് ചെയ്യുക അഥവാ അത് എടുക്കുക എന്ന് പറയുന്നത് പരമപ്രധാനമാണ് വെയർഹൗസിംഗ്. നമ്മുടെ വീട്ടിലുള്ള വാഹനത്തിൻ്റെ താക്കോൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൃത്യമായി വയ്ക്കുകയും പിന്നീട് ഏതെങ്കിലും ഒരു സമയത്ത് അബദ്ധം പറ്റിയാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ നമ്മൾ ഒരു അത്യാവശ്യത്തിന് കിടന്ന് വിഷമിച്ച് പോകുന്നു അല്ലേ. ആ സ്ഥാനത്ത് ഒരു 100 വണ്ടിയുടെ താക്കോൽ സൂക്ഷിക്കുന്ന ഒരു സമയത്ത് 100 ഡ്രൈവർമാരാണ് അത് കൈകാര്യം ചെയ്യുന്നതെങ്കിലോ. അപ്പോൾ ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിന് വെയർഹൗസിൻ്റെ സഹായത്തോടു കൂടിയായിരിക്കും അത് അടുക്കും ചിട്ടയുമായിട്ട് സൂക്ഷിക്കുക. അപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആവാൻ ചാൻസ് ഉള്ള കാര്യത്തെ കോംപ്ലിക്കേഷൻ പരമാവധി ഒഴിവാക്കി വളരെ ഫാസ്റ്റായിട്ട് സാധനങ്ങൾ അടുക്കി വയ്ക്കുകയും അതേപോലെ ഫാസ്റ്റായിട്ട് തന്നെ സാധനങ്ങൾ റിട്രീവ് ചെയ്യുകയും, ഇതുകൂടാതെ എന്തെല്ലാം സാധനങ്ങളാണ് ഇരിക്കുന്നതെന്നുള്ള കൃത്യമായ എൻട്രിയും അതിൽ നിന്ന് വിറ്റുപോകുന്നതോ വെയർഹൗസിന് പുറത്തേക്ക് പോകുന്നതോ, അതായത് ലോജിസ്റ്റിക്സിൽ ഉൾപ്പെടുന്നതായ സാധനങ്ങളെ കൃത്യമായിട്ട് അതിൽ നിന്ന് മാറ്റി സ്റ്റോക്കിൽ നിന്ന് കുറയ്ക്കുന്നതും എല്ലാം